ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറി. നമ്മളെ നാട്ടിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത്. ബാർബഡോസ് ചെറി എന്നും അതുപോലെ തന്നെ വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് എന്നും പേരുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇതിനകത്ത് ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. 100 ഗ്രാമിനകത്ത് 40 മില്ലിഗ്രാം വരെ വൈറ്റമിൻ സി ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെയും അയേണിൻ്റെയും ഒക്കെ തന്നെ റിച്ച് സോഴ്സാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി. നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങളെ പറമ്പിലും വെസ്റ്റ് ഇന്ത്യൻ ചെറി നടാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 അടി നീളവും വീതിയും താഴ്ചയുള്ള ഒരു കുഴി എടുത്തിട്ട് അതിൽ ലെയർ തൈകൾ നടുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നല്ല കഴിവുള്ള ഒരാളാണെങ്കിൽ ഉണ്ടല്ലോ, പെൻസിൽ തിക്നെസ്സിൽ ഒരു ബ്രാഞ്ച് എടുത്തിട്ട് നമുക്ക് തന്നെ വേര് പിടിപ്പിച്ച് നട്ടു കൊടുക്കുകയും ചെയ്യാം. പുളിരസം തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് കുഴിയിൽ നമുക്ക് 1/2 കിലോഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കാം. 15 ദിവസത്തിന് ശേഷം 10 കിലോഗ്രാം പൊടിഞ്ഞ ജൈവവളം ചേർത്തിട്ടാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി നടേണ്ടത്. ലെയർ തൈകൾ വേഗം തന്നെ കായ്ക്കും. അതുകൊണ്ട് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ഒരു 1/4 കിലോഗ്രാം വീതം വെച്ചിട്ട് ഫസ്റ്റ് ഇയർ തൊട്ട് കൊടുക്കാം. വെള്ളം കെട്ടി നിൽക്കുന്ന മാത്രമാണ് കേട്ടോ വെസ്റ്റ് ഇന്ത്യൻ ചെറിക്ക് തീരെ ഇഷ്ടമല്ലാത്തത്. ബാക്കിയൊക്കെ ഓക്കെ.